ഹലോ, നല്ല നമസ്കാരം. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന രീതിയിലാണ് ഈ സിനിമയെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈല് മൂവി, സ്ലോ ബിറ്റാണ്. ഇതാണ് ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാനുള്ളത്. സ്റ്റൈല് മൂവിയാണ്, പക്ഷേ സ്ലോ ബിറ്റാണ്. ഒരു ഷെർലോക്ക് ടോംസ് കഥ പോലെയോ അല്ലെങ്കിൽ ഒരു ശിക്കാരി ശംഭു കഥ പോലെയോ അതല്ലെങ്കിൽ CID മൂസ പോലുള്ള സിനിമ പോലെയോ അങ്ങനെയൊക്കെ ഏത് ജോണറിലാണ് ഈ സിനിമ പെടുത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനും പെടുത്താൻ പറ്റാത്ത ഒരു ഇതാണ്. ഒരു സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇത് ഏത് ജോണറിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു സംശയമുണ്ട്. ഡൊമിനിക് എന്ന് പറയുന്ന കഥാപാത്രം ഇനിയും ഒരുപാട് കേസ് അന്വേഷിക്കാൻ പാകത്തിന് ഇതിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയുടെ പെർഫോമൻസിൽ ഇവിടെ വന്നു പോകുന്ന ചില കഥാപാത്രങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ കഥാപാത്രങ്ങൾ വന്നത് എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ സംശയം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു സാധനമായിട്ട് തോന്നുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ, ലെന, സിദ്ദിഖ്, വിജയ് ബാബു അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അവരൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു വന്നത് എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇതിൻ്റെ പെർഫോമൻസ് കാര്യത്തിൽ നോക്കുമ്പോൾ എനിക്ക് മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ നായിക കഥാപാത്രം, അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഗോകുൽ സുരേഷിൻ്റെ കഥാപാത്രം കടന്നു വരുന്നത്. നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നുന്ന സിനിമയിൽ ഉള്ള സംശയങ്ങൾ കൃത്യമായിട്ടും ഗോകുൽ ചോദിക്കുന്നുണ്ട്. അതിന് പലപ്പോഴും ഉത്തരം നൽകാതെയാണ് CA ഡൊമിനിക് മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം പറയുന്നത്. അവസാനത്തെ ഒരു 20 മിനിറ്റാണ് ഈ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഇൻ്റർവെൽ പഞ്ച് ഒക്കെ ബെസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇൻ്റർവെല്ലിൽ വരെയും സ്വയം പുകഴ്ത്തി, സ്വന്തം കഥാപാത്രത്തെ പുകഴ്ത്തി അതിൽ നിന്നും എന്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ സിനിമ കണ്ട് പുറത്തു വന്നപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ആ സിനിമ അങ്ങനെ പോയത്. ഇൻ്റർവെല്ലിൽ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നുണ്ട്, ഇത്തിരി ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ അവസാനത്തെ 20 മിനിറ്റ് കൊണ്ട് ആ സിനിമയെ മൊത്തത്തിൽ ഒന്ന് ഹൈപ്പിലേക്ക് വളരെയധികം ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് അതിനെ ഉയർത്തിയിട്ടുണ്ട്. കാരണം അത്രയും സ്ട്രോങ് സാധനമാണ്. ഇതിൻ്റെ സ്റ്റണ്ട് തന്നെ 3 പേരാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് ഈ 3 പേര് ചെയ്തതെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു 5 പേരൊക്കെ ഒരാളെ തല്ലാൻ വന്നു കഴിഞ്ഞാൽ ഒറ്റയാളാണെങ്കിൽ എന്ത് ചെയ്യും? റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സ്റ്റണ്ടുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിലെ 2 പാട്ടുണ്ട്, നല്ല പാട്ടാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡാൻസ് നല്ല സൂപ്പറാണ്. അതോടൊപ്പം തന്നെ ക്ലൈമാക്സിൻ്റെ സമയത്ത് ഈ ഡാൻസും ആ ഒരു ഇതും കൂടി പിന്നെ ഒരു മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സംഭവം നല്ല കിടിലം സാധനം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ സിങ് സൗണ്ട് ഒരുപാട് വൃത്തികെട്ട രീതിയിൽ എനിക്ക് ഒരു 3 സ്ഥലത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വൃത്തികേടായിട്ട് ആണ് ഇരിക്കുന്നത്. ഈ സിങ് സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീന് കണ്ടിന്യൂഷൻ ക്യാമറ മറ്റൊരു ആംഗിളിലേക്ക് വയ്ക്കുമ്പോൾ ആ സൗണ്ടിൻ്റെ ഡെപ്ത് ഭയങ്കരമായിട്ട് കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പിന്നെ ബാലൻസ് ഇല്ലാതെ പോകുന്ന രീതിയിലാണ് സിങ് സൗണ്ട് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റിംഗ് അല്ല ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ആ പിന്നെ വീണയൊക്കെ കാണിക്കുന്ന ആ ഒരു കുറേ സീനിൽ ഒട്ടും ലൈറ്റ് ഇല്ലാത്ത ഒരു രീതിയിലാണ് അത് ഡാർക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതടക്കം ഡാർക്ക് സീനൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു പോർഷൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതുകണക്ക് ലൈറ്റിങ്ങിൽ തന്നെ ഇത്തിരി പ്രശ്നങ്ങളായിട്ട് തോന്നി എനിക്ക്. ഇതിൻ്റെ ഡാൻസ് നല്ല സൂപ്പറായിരുന്നു. വൃന്ദയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇതിൻ്റെ ഡാൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫി സൂപ്പർ എന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കൊറിയോഗ്രാഫി ഒരുപാട് സാധാരണ തമിഴ് സിനിമകൾ കാണുന്നത് പോലെയല്ല, നന്നായിട്ട് തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സംവിധായകൻ ഇതിനിടയിൽ വന്ന് കയറി പോകുന്നുണ്ട്. എന്തിനു വേണ്ടി മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. GVM കയറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ചാൾസ് മകൻ ഈനാശു ഡൊമിനിക് എന്ന മമ്മൂട്ടി ചെയ്ത ഈ കഥാപാത്രത്തിന് പലപ്പോഴും പല പല സാഹചര്യങ്ങളിലും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സംഗനായി നിൽക്കുന്നത് ഈ സിനിമയെ ഒരുപാട് സ്ലോയിലേക്ക് കൊണ്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു. എന്തായിരുന്നാലും GVM പിന്നെ മലയാളത്തിൽ ചെയ്ത സിനിമ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു നഷ്ടമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി. അതിനപ്പുറം ഇതൊരു വലിയ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയല്ല, ഇതൊരു സ്ലോ ബിറ്റ് സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. അത്യാവശ്യം കണ്ടിരിക്കാം. അത്യാവശ്യം കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, എല്ലാ സാധനങ്ങളൊക്കെയുള്ള ഒരു സ്ലോ ബിറ്റ് മൂവിയാണ് എന്നത് മാത്രമാണ്. വലിയ ഗംഭീര സാധനങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. പിന്നെ ഞാൻ ഈ സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ സിനിമയുടെ പബ്ലിസിറ്റി വളരെ കുറവായിരുന്നു. ഇതിൻ്റെ പബ്ലിസിറ്റിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഡയറക്ടർ മാത്രമാണ് പുറത്തിറങ്ങി അതിൻ്റെ പബ്ലിസിറ്റി ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളാകുമ്പോൾ മമ്മൂട്ടി നന്നായിട്ട് അതിനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് നല്ല പബ്ലിസിറ്റി കൊടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് ഈ സിനിമയെ ഹൈപ്പിലേക്ക് ഉയർത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു സാധനം കണ്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്നത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ സിനിമ അങ്ങനെ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ ഇതായിട്ട് ഇറക്കിയതിൻ്റെ പിന്നിലുള്ള കാര്യം. ഈ സിനിമ എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷെർലോക്ക് ടോംസ് കഥകൾ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ്, ഇഷ്ടപ്പെടും. ഇത് ഏകദേശം 2.5 മണിക്കൂർ 3 മിനിറ്റ് എന്തുകൊണ്ട് അങ്ങനെയാണ് ഈ സിനിമ കണ്ടിന്യൂഷനായിട്ട് പോകുന്നത്. പക്ഷേ ഈ സിനിമയിൽ നെഗറ്റീവ് പറയാൻ പോയാൽ ഒരുപാട് നെഗറ്റീവ് പറയാനുണ്ട്. വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്, അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പച്ചയ്ക്ക് ഞാൻ പറയുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കാണാം, അല്ലാത്തവർക്ക് വീട്ടിലിരിക്കുക, OTTയിലൊക്കെ വരുമ്പോൾ വന്ന് കാണാം. ഓക്കെ, താങ്ക് യു.